അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ്. കാരണം നമ്മുടെ PSC പരീക്ഷയിൽ ഏറ്റവും നിർണായകമായ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്നാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പുതിയ മന്ത്രിസഭയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് ചെറിയ ചെറിയ കോഡുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാം, മന്ത്രിമാരെയും വകുപ്പുകളെയും പഠിച്ചെടുക്കാം. എന്തായാലും പഠിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഒരു മാർക്ക് ഇരിക്കുന്നത് ഇവിടെയാണ്. സോ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പഠിച്ചു തന്നെ തുടങ്ങുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള വ്യക്തി എന്ന് പറയുന്നത് VD സതീശനാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ദെൻ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്നുള്ള കാര്യമൊക്കെ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദെൻ ഇദ്ദേഹം കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തവണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 24. തവണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രി. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13ാമത്തെ വ്യക്തി. ഓക്കെ അല്ലേ? നമ്മുടെ മുൻപുള്ള ഡെയിലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് 1ാം സ്ഥാനമാണ്. ആ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് 3 പേരുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു തമാശക്ക് ഒരു കോഡ് പോലെ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ കോഡുകളും നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. കാരണം നമുക്ക് ആവശ്യം ഈ ഒരു മാർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ ഏതറ്റം വരെയും പോകണം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ശരി, നമുക്ക് മുഖ്യമന്ത്രിയിലേക്ക് വരാം. VD സതീശൻ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പറവൂരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് വകുപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ദെൻ മറ്റ് മന്ത്രിമാർക്കൊന്നും അലോട്ട് ചെയ്തിട്ടില്ലാത്ത വകുപ്പുകളും ആര് തന്നെയാണ് കൈകാര്യം ചെയ്യുക? മുഖ്യമന്ത്രി ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാടാ ധനകാര്യം. അപ്പോൾ ധനകാര്യ വകുപ്പ് ഇത്തവണ കൈകാര്യം ചെയ്യുന്ന VD സതീശനാണ്. ദെൻ പൊതുഭരണം, തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ധനകാര്യമുണ്ട്, പൊതുഭരണമുണ്ട്, തുറമുഖമുണ്ട്, നിയമമുണ്ട്, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ലോട്ടറി ഉണ്ട്. ഒന്നുകൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു, ആസൂത്രണം. കേട്ടോ, ആസൂത്രണവും കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യണം. കേട്ടോ, കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചാലേ നമുക്കിത് പരീക്ഷയ്ക്ക് ഉപകരിക്കുള്ളൂ. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയേ. അതായത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ എന്ത് ചെയ്തു? അധികാരമേറ്റു. അദ്ദേഹം വിചാരിക്കുകയാണ് പൊതുഭരണം നന്നാകണം. അപ്പോൾ പൊതുഭരണം നന്നാകണമെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്ത് ചെയ്യണം? ഒരു പുരോഗമനം കൊണ്ടുവരണം. അങ്ങനെ പുരോഗമനം കൊണ്ടുവരണമെങ്കിൽ അതിന് എന്ത് വേണോടാ? പൈസ വേണം, ധനം വേണം. അപ്പോൾ ധനകാര്യം, പൈസ വേണം. അപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു? ഒരു ലോട്ടറി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ലോട്ടറി എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ ലോട്ടറി എടുക്കുന്നത്? അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്താണ് ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ ആസൂത്രണം ചെയ്ത് ഒരു ലോട്ടറി എടുക്കുന്നു. ഇനി ആ ലോട്ടറി അടിക്കുകയാണ്. അപ്പോൾ ആ ലോട്ടറി അടിക്കുമ്പോൾ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് തുറമുഖത്തേക്ക് പോയി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റപ്പോൾ അദ്ദേഹം എന്താ വിചാരിച്ചത്? പൊതുഭരണം നന്നായിരിക്കണം. അപ്പൊ പൊതുഭരണം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? ശാസ്ത്ര സാങ്കേതിക മേഖല അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു പുരോഗതി കൊണ്ടുവരണം. ഇനി ആ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പുരോഗതി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പൈസ വേണം, ധനകാര്യം വേണം അല്ലെ? അപ്പോൾ പൈസ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ലോട്ടറി എടുത്തു. അപ്പോൾ അവിടെ ആസൂത്രണം, പ്ലാനിങ്ങും ലോട്ടറിയും കിട്ടി. ദെൻ ആ ലോട്ടറി അടിച്ചു. അപ്പൊ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട്, അപ്പൊ ഏതാ നിയമം പഠിക്കാനായിട്ട് എവിടെ പോയെന്നാ പറഞ്ഞേ? തുറമുഖത്ത് പോയി. ഇതിൽ ലോജിക്കൊന്നും നോക്കരുത്. നിയമത്തെ പറ്റി പഠിക്കാൻ കോടതിയിലൊന്നും പോയെന്നല്ല, നിയമത്തെ പറ്റി പഠിക്കാൻ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുറമുഖത്ത് പോയി. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോളുക. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്? വിജയിച്ചത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല മണ്ഡലം പഠിക്കുക, ഹരിപ്പാട്. കാരണം കഴിഞ്ഞ PSC എക്സാമുകളിലൊക്കെ മന്ത്രിമാരും അവരുടെ മണ്ഡലത്തെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറയുന്നത് ഹരിപ്പാടാണ്. ദെൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്, കയർ, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ. ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്, കയർ, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇത്രയും വകുപ്പുകളെ രമേശ് ചെന്നിത്തലയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ? അപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അതായത് ഈ പറയുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു തല ഉണ്ടാവണം. കേട്ടോ, ഒരു തല ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, ആ ഒരു മീനിങ് കേട്ടോ. അപ്പൊ ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെങ്കിൽ തല ഉണ്ടാവണം. അപ്പോൾ അവിടെ തന്നെ കിട്ടി. ആഭ്യന്തരം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇനി നമുക്ക് ബാക്കി കണക്ട് ചെയ്യാം. അപ്പോൾ ആഭ്യന്തരത്തിൽ കയറിയാൽ വിജിലന്റ് ആയിരിക്കണം. അപ്പൊ എന്താണ്? ആഭ്യന്തരത്തിൽ കയറിയാൽ വിജിലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ പോയി തീ തിന്നേണ്ടി വരും. അപ്പൊ എന്താ പറഞ്ഞത്? ആഭ്യന്തരത്തിൽ കയറിയാൽ വിജിലന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജയിലിൽ പോയി തീ തിന്നേണ്ടി വരും. നമുക്കിനി ആ വകുപ്പുകളും നോക്കിയാലോ? ആഭ്യന്തരത്തിൽ കയറിയാൽ, അപ്പൊ ആഭ്യന്തരം കിട്ടിയേ. ഇനി കയറിയാൽ എന്നുള്ളത് കയറാണ്. ഇനി കയറിയാൽ വിജിലന്റ് ആയിരിക്കണം, അവിടെ വിജിലൻസ് ആയേ. ഇനി എന്താണ്? അല്ലെങ്കിൽ
അല്ലെങ്കിൽ ജയിലിൽ പോയി തീ തിന്നണം. തീ എന്ന് പറയുന്നത് ഫയർ അല്ലേ? അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ. ഓക്കെ അല്ലേടാ? മന്ത്രി നമ്മൾ ആദ്യമേ പഠിച്ചു. അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു തല വേണം എന്നുള്ളിടത്ത് നമ്മൾ രമേശ് ചെന്നിത്തലയെ പഠിച്ചു. ദെൻ അതിനെ കണക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, കാര്യം ഒരുപാട് മന്ത്രിമാർക്ക് ഒരുപാട് വകുപ്പുകളുണ്ട്. നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ 1-2 വകുപ്പുകളെ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ അതിൽ ചോദിക്കാത്ത കാര്യമായിരിക്കും. ഈ പറയുന്ന കയറൊന്നും എന്ത് ചെയ്തിട്ടില്ല, പത്രങ്ങളിൽ പലയിടത്തും കണ്ടിട്ടില്ല. സോ കയർ എന്ന് പറയുന്ന വകുപ്പ് ഇതിനു മുൻപ് PSC ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഹാളിരുന്നോട് നമ്മൾ ചിന്തിക്കും എന്താണ് ഈ പറയുന്ന കയർ വ്യവസായത്തിന്റെ ഭാഗമായിരിക്കും, അപ്പൊ അതുകൊണ്ട് വ്യവസായം കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും കയർ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മളങ്ങ് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. കയർ കൈകാര്യം ചെയ്യുന്ന ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. ദെൻ അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പുകൾ എന്ന് പറയുന്നത് ആരോഗ്യ, കുടുംബക്ഷേമം, ദെൻ ദേവസ്വം, ഭക്ഷ്യസുരക്ഷ. ഇതൊക്കെയാണ് ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളാണ് നമ്മുടെ കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം കെ മുരളീധരനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കെ മുരളീധരൻ അല്ലെങ്കിൽ മുരളീധരൻ എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണനെയാണ് പറയുന്നത് അല്ലെ? മുരളീധരനെ പറയുന്നത് കൃഷ്ണൻ എന്നാണ്. സോ നമ്മൾ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആരോഗ്യവും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് ക്ഷേമവും കിട്ടാനായിട്ട് ദിവസേന ഞാൻ എന്ത് ചെയ്യും? കൃഷ്ണനോട് പ്രാർത്ഥിക്കും. അപ്പൊ എന്താണ് പറഞ്ഞത്? ആരോഗ്യവും അതുപോലെ തന്നെ കുടുംബത്തിന് ഐശ്വര്യം അല്ലെങ്കിൽ കുടുംബത്തിന് ക്ഷേമവും ഉണ്ടാവാനായിട്ട് ദിവസവും ഞാൻ എന്ത് ചെയ്യും? കൃഷ്ണനോട് പ്രാർത്ഥിക്കും എന്നാണ് ഒരു കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കിട്ടുമല്ലോ. അതായത് ആരോഗ്യമുണ്ട്, ദെൻ കുടുംബത്തിന് ക്ഷേമം ഉണ്ടാവാൻ, അതായത് ആരോഗ്യം കുടുംബക്ഷേമമായി, ദെൻ ദിവസവും എന്നുള്ളത് നിങ്ങൾ എന്ത് കണക്ട് ചെയ്യണം? ദേവസ്വം. കേട്ടോ, ദിവസം എന്നുള്ളത് ദേവസ്വം ആക്കിക്കോണം. അപ്പൊ ദേവസ്വം വകുപ്പ് കൃഷ്ണനോട് പ്രാർത്ഥിക്കും. കൃഷ്ണൻ എന്ന് വെച്ചാൽ ആരാ? മുരളീധരൻ. അപ്പൊ മുരളീധരനോട് പ്രാർത്ഥിക്കുന്നു, കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തോളൂ. അപ്പോൾ കൃഷ്ണനോട് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു വകുപ്പ് കൂടി നമുക്കിനി പറയാനുണ്ട്, ഭക്ഷ്യസുരക്ഷ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അവിടെ ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്തോ. അതായത് ആരോഗ്യം ഉണ്ടാവാൻ പ്രാർത്ഥന മാത്രം പോരാ, കഴിക്കുന്ന ആഹാരം സുരക്ഷിതമായിരിക്കണം. അതായത് സുരക്ഷിതമായ ആഹാരം കഴിക്കണം, അത് ഭക്ഷ്യസുരക്ഷ. അപ്പോൾ സുരക്ഷിതമായ ആഹാരം കൂടി കഴിച്ചാലേ എന്ത് കിട്ടുള്ളൂ? ആരോഗ്യം കിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കുക. ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഭക്ഷ്യ സുരക്ഷയും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസും രണ്ടും രണ്ട് വകുപ്പാണ്. കേട്ടോ, ഭക്ഷ്യ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് കെ മുരളീധരനാണ്. ദെൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് അനൂപ് ജേക്കബ് ആണ്. നമുക്ക് അവിടേക്ക് ചർച്ച ചെയ്യാം. അതെന്തായാലും ഞാനിപ്പോ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു കെ മുരളീധരൻ ആരോഗ്യം, കുടുംബക്ഷേമം, ദെൻ ദേവസ്വം, ഭക്ഷ്യ സുരക്ഷ. ഭക്ഷ്യ സുരക്ഷ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഈ വകുപ്പുകളൊക്കെ എല്ലാവരും നോക്കും. കാര്യം പത്രത്തിലൊക്കെ ഉണ്ട്, എല്ലാവരും നോക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഭക്ഷ്യ സുരക്ഷ ചിലപ്പോൾ ആരും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ മേ ബി എല്ലാവരുടെയും ചിന്ത എവിടേക്ക് പോകും? അനൂപ് ജേക്കബിലേക്ക് പോകും. സോ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഭക്ഷ്യ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ മുരളീധരനാണ്. ഇനി അടുത്തത് നമ്മുടെ സണ്ണി ജോസഫ് ആണ്. സണ്ണി ജോസഫിന്റെ മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂർ മണ്ഡലമാണ് കേട്ടോ. പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് വിജയിച്ചത്. ഇനി സണ്ണി ജോസഫിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. എന്തൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. സോ ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സണ്ണ് അഥവാ സൂര്യൻ അല്ലെ? സണ്ണി, സണ്ണ്, സൂര്യൻ. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ് അല്ലെ? സൂര്യൻ പരിസ്ഥിതിയുടെ ഭാഗം അല്ലേ? അപ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടി. ഇനി സൂര്യനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ സൂര്യനിൽ നിന്ന് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി. അപ്പോൾ സണ്ണി ജോസഫ് എന്തൊക്കെയാ? പരിസ്ഥിതി അതുപോലെ തന്നെ വൈദ്യുതി. സണ്ണ് അഥവാ സണ്ണ്, സൂര്യനിൽ നിന്ന്, സൂര്യൻ എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഈ സൂര്യനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ രീതിക്ക് ഒന്ന് കണക്ട് ചെയ്തേക്കുക. ദെൻ അതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പാർലമെന്ററി കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇങ്ങനെയുള്ള ഈ ഒരു പാർലമെന്ററി കാര്യം കൂടി കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കോഡ് കിട്ടുന്ന ആൾക്കാര് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു സണ്ണി ജോസഫ് ഏതൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് AP അനിൽകുമാർ ആണ്. AP അനിൽകുമാറിന്റെ മണ്ഡലം എന്ന് പറയുന്നത് വണ്ടൂരാണ് കേട്ടോ. വണ്ടൂരാണ്. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാ? ലാൻഡ്, റവന്യൂ എന്നിവയാണ്. ദെൻ ഇനി ഈ ലാൻഡും റവന്യൂവും അനിൽകുമാറുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യണം. ലാൻഡ് എന്ന് പറയുമ്പോൾ ഭൂമി. ഇപ്പൊ നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങളോട് ഒരാൾ ചോദ്യം ചോദിക്കുവാണ്, നിനക്ക് എന്തെങ്കിലും ലാൻഡ്, ഭൂമി ഉണ്ടോടാ? ഇല്ല. ദെൻ നിനക്ക് റവന്യൂ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. സോ ഇല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? നില്ല് അല്ലെ? നില്ല്. അപ്പോ അനിലിന്റെ നില്ല് മാത്രം നമ്മൾ എടുക്കുന്നു. നമ്മളോട് ഒരാൾ ചോദിക്കുവാണ് നിനക്ക് ലാൻഡ് ഉണ്ടോ, റവന്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എന്താ? ഇല്ല, നില്ലാണ്. എന്റെ കയ്യിൽ എന്താണ്? നില്ലാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ആ നില്ല് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അനിൽ ആണ്. അപ്പോൾ അനിൽകുമാർ ആണ് ലാൻഡ്, റവന്യൂ എന്നിങ്ങനെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇതിപ്പോ ഞാൻ എന്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്
ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോഡ്സ് ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതും കൂടി ഇതിന് താഴെ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് PC വിശ്വനാഥാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കുണ്ടറയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ സാംസ്കാരികം, ടൂറിസം, സിനിമ. സോ ഞാൻ ഏറ്റവും കൂടുതൽ തലപുകഞ്ഞ് ആലോചിച്ച ഇതിന് വേണ്ടിയിട്ടൊരു കോഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചു. പക്ഷേ പ്രത്യക്ഷത്തിൽ എനിക്ക് പെട്ടെന്ന് വലിയ കോഡൊന്നും കിട്ടിയില്ല. സോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം വെച്ചിട്ട് ഞാനൊരു കോഡ് എന്ത് ചെയ്തു, ഒന്ന് കണക്ട് ചെയ്തു. അതായത് PC വിശ്വനാഥിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കുണ്ടറയാണ്. ഈ കുണ്ടറയിലാണ് എന്ത് നടന്നത്, കുണ്ടറ വിളംബരം നടന്നത് അല്ലെ. നമ്മുടെ സാംസ്കാരികപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഈ പറയുന്ന കുണ്ടറ വിളംബരം. അപ്പോൾ സാംസ്കാരികപരമായ വിഷയമായതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ്. ദെൻ ഈ അത്രയും സാംസ്കാരികപരമായ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ടൂറിസം വകുപ്പ്. ദെൻ ഈ പറയുന്ന വേലുത്തമ്പി ദളവയുടെ ചരിത്രം എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമയും ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയൊരു കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ കിട്ടുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ PC വിശ്വനാഥ് മണ്ഡലം കുണ്ടറയാണ്. ആ ഒരു മണ്ഡലം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ കുണ്ടറ എന്ന് പറയുന്നത് കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടത്, 1809 കുണ്ടറ വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടത്. ദെൻ ആ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികപരമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. ഇനി അത്രയും നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ദെൻ ഈ വേലുത്തമ്പിയുടെ ചരിത്രം സിനിമയുമായിട്ടുണ്ട്. സോ 3 വകുപ്പുകൾ കിട്ടുവേ. ഇനി അടുത്തത് T സിദ്ദീഖ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കൽപ്പറ്റയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിദ്ദീഖ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ആളെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും എങ്ങനെ കണക്ട് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഓരോരുത്തർ പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സിദ്ദീഖ് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു മലയാള സിനിമയുണ്ട്, സന്ദേശം. ഇന്നും മലയാളത്തിലെ ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സന്ദേശം എന്ന് പറയുന്ന സിനിമയാണ്. അതിലെ സിദ്ദീഖ് കൈകാര്യം ചെയ്ത ഒരു കൃഷി ഓഫീസറുടെ റോളാണ്. സോ അത് വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്തോളുക. സിദ്ദീഖ് കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അത് കിട്ടിയില്ല, ആ സന്ദേശ സിനിമ മനസ്സിൽ വരുന്നില്ല, വേണ്ടടാ വിട്ടേക്ക് എങ്കിൽ T എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇൻഷ്യൽ ഉണ്ടല്ലോ, T, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, T എന്നാക്കുക. തേയില അല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളൊരു പ്രധാനപ്പെട്ട കൃഷിയാണ് തേയില. അപ്പോൾ അതുകൊണ്ട് കൃഷി അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തേക്ക്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സന്ദേശ സിനിമ വെച്ച് കണക്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ T വെച്ച് കണക്ട് ചെയ്തോ, എങ്ങനെയായാലും നിങ്ങൾ ഇതൊന്ന് പഠിച്ചെടുത്താൽ മതി. ഓക്കെ അല്ലേടാ. അപ്പോൾ ഇവിടെ PC വിശ്വനാഥിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സിദ്ദീഖിന്റെ മണ്ഡലത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ വകുപ്പുകളെയും പറ്റി പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ കേരള നിയമസഭയിൽ, അതായത് ഈ ഒരു 16ാമത്തെ നിയമസഭയാണ്. ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ 2 വനിതകളാണുള്ളത്. ഒന്ന് ബിന്ദു കൃഷ്ണയാണ്, ഒന്ന് KA തുളസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവരുടെ വകുപ്പുകൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, കഴിഞ്ഞ മന്ത്രിസഭയിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മന്ത്രിസഭയിൽ എത്ര വനിതകളെ ഉള്ളൂ, 2 വനിതകളെ ഉള്ളൂ. അപ്പോൾ ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണയുടെ മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലമാണ്. ദെൻ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ എന്ന് പറയുന്നത് വനിതാ ശിശു വികസനം, തൊഴിൽ, ക്ഷീര വികസനം. അപ്പൊ ഏതൊക്കെയാണ്, വനിതാ ശിശു വികസനം, അതുപോലെ തന്നെ തൊഴില്, ക്ഷീര വികസനം എന്നീ വകുപ്പുകളാണ് ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത്. ദെൻ നമുക്ക് ബിന്ദു കൃഷ്ണയുമായിട്ട് എങ്ങനെ ഈ വകുപ്പുകളെ കണക്ട് ചെയ്യാം എന്ന് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മുടെ ബിന്ദു ചേച്ചി എന്ത് ചെയ്യുകയാണ്, കുഞ്ഞിനെയും കൊണ്ട് പാൽ സൊസൈറ്റിയിൽ ജോലിക്ക് പോവുകയാണ്. അപ്പൊ എന്താണ്, ബിന്ദു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് പാൽ സൊസൈറ്റി ജോലിക്ക് പോകുന്നു. ഓക്കെ ആണോ? ബിന്ദു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് പാൽ സൊസൈറ്റിയിൽ ജോലിക്ക് പോകുന്നു. എടാ ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ കോഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ അവിടെ ബിന്ദു ചേച്ചി പറഞ്ഞു എന്താണ്, കുഞ്ഞിനെയും കൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ വനിതയാണ്, ശിശു ഉണ്ട്, കയ്യിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ വനിതാ ശിശു വികസനമായി. ദെൻ ഇതിനാണ് പോകുന്നത്, ജോലിക്കാണ് പോകുന്നത് അല്ലെ. അപ്പോൾ തൊഴിലായി. ദെൻ എവിടെയാ ജോലിക്ക് പോകുന്നത്, പാൽ സൊസൈറ്റിയിലാണ്. അപ്പോൾ ക്ഷീര വികസനം. അപ്പോൾ ബിന്ദു ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് എവിടെ ജോലിക്ക് പോകുന്നു, പാൽ സൊസൈറ്റിയിൽ ജോലിക്ക് പോകുന്നു. വനിതാ ശിശു വികസനം, തൊഴില്, ക്ഷീര വികസനം, ഇത്രയുമാണ് ആരുടെ, ബിന്ദു കൃഷ്ണയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത്. പഠിച്ചേക്കണേ പിള്ളേരെ. ഇനി നമ്മുടെ ഈ ഒരു മന്ത്രിസഭയിലെ 2ാമത്തെ വനിത എന്ന് പറയുന്നത് KA തുളസിയാണ്. വിജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോങ്ങാട് എന്ന് പറയുന്ന മണ്ഡലമാണ്. അപ്പോൾ ഇനി KA തുളസിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമമാണ്. ഏതൊക്കെയാണ്, പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമമാണ് ആരുടെ വകുപ്പുകൾ എന്ന് പറയുന്നത്, KA തുളസിയുടെ വകുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 വനിതാ മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരാള് ബിന്ദു കൃഷ്ണ. അത് കഴിഞ്ഞേ, ഇനി പട്ടികയിൽ ബാക്കിയുള്ളത് തുളസിയാണ്. അപ്പോൾ എന്താണ്, പട്ടികയിൽ ബാക്കിയുള്ള വനിതാ മന്ത്രി തുളസിയാണ് എന്നൊന്ന് പഠിച്ചേക്കുക. പട്ടിക വെച്ച് കണക്ട് ചെയ്തോളുക. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമം. ഓക്കെ അല്ലേ. അവിടെ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ കഴിഞ്ഞു. ഇനി പട്ടികയിൽ ബാക്കിയുള്ളത് ആര് മാത്രമേ ഉള്ളൂ, വനിതാ മന്ത്രി തുളസി മാത്രമേ ഉള്ളൂ. അപ്പോൾ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക
പിന്നോക്ക ക്ഷേമമാണ് എന്തെന്ന് പറയുന്നത് തുളസി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് കാട് കയറി പോയി കോഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് അത് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചേക്കുക. കാര്യം പിന്നീട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ കമന്റ് ബോക്സ് നോക്കുന്ന ആൾക്കാർക്കായാലും അത് യൂസ്ഫുൾ ആവട്ടെ. ഒരു കമ്പൈൻ സ്റ്റഡി ആക്കി തന്നെ മാറ്റുക കേട്ടോ അത്. ഇനി അടുത്തത് റോജി എം ജോൺ ആണ്. അദ്ദേഹം അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. ദെൻ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസമാണ് ആരുടെ, റോജി എം ജോണിന്റെ വകുപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസമാണ്. ദെൻ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു റോ വെച്ച് മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് മുന്നിലെ റോയിൽ ഇരിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടും എന്നുമല്ലോ നിങ്ങളൊന്ന് കോഡായിട്ട് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെല്ലാം മുന്നിലെ റോയിലിരുന്ന് പഠിച്ചവരാണ് എന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് ഉന്നത വിദ്യാഭ്യാസം. ആർക്കാണ്, റോജി എം ജോൺ ആണ്. അങ്കമാലിയാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. then അടുത്തത് എം ലിജു ആണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കായംകുളം ആണ്. ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ ലീ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. then അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എക്സൈസും സഹകരണമാണ് കേട്ടോ. എക്സൈസും സഹകരണമാണ്. മണ്ഡലം കായംകുളമാണ്. then എം ലിജു. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞു ലീ വെച്ചാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ലിക്കർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മദ്യമാണ്. അപ്പോൾ ലിക്കർ വെച്ചാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സൈസ് പിടിക്കും, പിന്നെ ഒരു സഹകരണവും കാണത്തില്ല കേട്ടോ. അപ്പോൾ ലിക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സൈസ് പിടിക്കും, അവരുടെ സൈഡിൽ നിന്ന് ഒരു സഹകരണവും പ്രതീക്ഷിക്കേണ്ട. ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ എം ലിജു കായംകുളം നിയോജക മണ്ഡലം. കോഡ് നമ്മൾ പറഞ്ഞ എന്താണ്, ലിക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സൈസ് പിടിക്കും, സോ എക്സൈസ് ആണ്. ദെൻ അവരുടെ സൈഡിൽ നിന്നും ഒരു സഹകരണവും പ്രതീക്ഷിക്കേണ്ട, സഹകരണ വകുപ്പ്. ഓക്കെ ആണ്. എം ലിജുവിനെ പറ്റി പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഒ ജെ ജനീഷ് ആണ്. ആരാണ്, ഒ ജെ ജനീഷ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒ ജെ ജനീഷ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. 4 അല്ല, വേറെ വകുപ്പുകളുണ്ട്. അപ്പോൾ യുവജനകാര്യം, കായികം, രജിസ്ട്രേഷൻ, മ്യൂസിയം. ഈ മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇനി ആർക്കിയോളജി ഉണ്ട്, സൂ ഉണ്ട്. ഇതൊക്കെ ആര് തന്നെയാണ്, ഈ പറയുന്ന ഒ ജെ ജനീഷ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യുവജനകാര്യം, കായികം, രജിസ്ട്രേഷൻ, മ്യൂസിയം, ഈ വകുപ്പുകളാണ് ഒ ജെ ജനീഷ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ വകുപ്പുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. അതായത് ജനങ്ങൾ പറയുന്നു യുവാക്കള് ഈ ഒരു കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് മ്യൂസിയത്തിൽ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, PSC രജിസ്റ്റർ ചെയ്യണം. അപ്പൊ എന്താ പറഞ്ഞത്, ജനങ്ങൾ പറയുന്നു യുവാക്കൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് മ്യൂസിയത്തിൽ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, PSC രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയേ, യുവജനങ്ങൾ, യുവജനകാര്യം. അതിനു മുമ്പ് ആദ്യം ജനങ്ങൾ പറയുന്നു, ജനങ്ങൾ അതെന്താണ്, ജനീഷ്. ഇനി പറഞ്ഞ എന്താണ്, യുവജനങ്ങൾ. യുവജനങ്ങൾ എന്ന് വെച്ചാൽ യുവജനകാര്യം. കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട്, കായിക. എന്താണ്, മ്യൂസിയത്തിൽ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, മ്യൂസിയം ആണ്. ദെൻ PSC രജിസ്റ്റർ ചെയ്യണം, അത് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. അപ്പോ ജനങ്ങൾ പറയുന്നു യുവജനങ്ങൾ കായികങ്ങളിൽ ഏർപ്പെട്ട് മ്യൂസിയത്തിൽ കറങ്ങി നടന്നിട്ട് കാര്യമില്ല, PSC രജിസ്റ്റർ ചെയ്യണം. ഇതാണ് ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല പത്രങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 1-2 വകുപ്പുകളെ കൊടുത്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനർ കോഡിലൊക്കെ നിർത്താൻ പറ്റും. പക്ഷെ ഒരു 3-4 വകുപ്പുകളാകുമ്പോൾ നമ്മൾ എങ്ങനെയാ ഒരു ഓൺലൈനർ കോഡിലൊക്കെ നിർത്താൻ പറ്റുക? അപ്പോൾ അതുകൊണ്ടാണ് ചില കോഡുകളെങ്കിലും ഒക്കെ ലെങ്തി ആയി പോകുന്നത്. സോ ആ രീതിക്ക് ഞാൻ പറഞ്ഞു ഈ എല്ലാ കോഡുകളും ഓർത്തിരിക്കാനുള്ള തരത്തിലാണ് ഈ ഒരു കോഡുകളൊക്കെ ഞാൻ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കോഡുകൾ കമന്റ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറം നിയോജക മണ്ഡലമാണ്. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. കാര്യം ഇതിനു മുൻപൊക്കെ അദ്ദേഹം മത്സരിച്ച മണ്ഡലം എന്ന് പറയുന്നത് വേങ്ങരയാണ്. അപ്പോൾ ഇത്തവണ പക്ഷെ അദ്ദേഹം മണ്ഡലം മാറിയാണ് മത്സരിച്ചത്. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. സോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണിജ്യം, വ്യവസായം, ദെൻ IT, AI, സംരംഭം, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാ, വാണിജ്യം, വ്യവസായം, അതുപോലെ തന്നെ IT, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ദെൻ സംരംഭം, അതുപോലെ തന്നെ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്. ഈ വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കുഞ്ഞാലിക്കുട്ടിയിലെ കുട്ടി മാത്രം നമ്മൾ എടുക്കുകയാണ്. അതായത് കുട്ടികൾക്ക് ഇപ്പോ എന്തിനാണ്, ബിസിനസ്സിനോടാണ് അല്ലെങ്കിൽ സംരംഭത്തിനോടൊക്കെയാണ് താല്പര്യം. ബിസിനസ്സിനോടും സംരംഭങ്ങളോടുമാണ് താല്പര്യം. അതിൽ നിന്ന് തന്നെ എന്താണ്, വാണിജ്യം, വ്യവസായം, സംരംഭമൊക്കെ നമുക്ക് കിട്ടാം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT-യും അതുപോലെ തന്നെ AI-യും ഒക്കെ ഇപ്പോൾ ഒരുപാട് വളർന്നിരിക്കുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്, കുട്ടികൾക്ക് എന്തിനോടാണ് താല്പര്യം,
ഇപ്പോൾ ബിസിനസ്സിനോടും അതുപോലെ തന്നെ സംരംഭങ്ങളോടുമാണ് താല്പര്യം. അതിന് കാരണം IT-യും അതുപോലെ തന്നെ AI-യും ഒരുപാട് വളർന്നിരിക്കുകയാണ്. സോ അതിൽ എന്ത് ചെയ്യണം, നമുക്ക് അത്രയും വകുപ്പുകൾ കിട്ടാം. ഇനി അതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹാൻഡ്ലൂമും ടെക്സ്റ്റൈൽസും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കോഡിൽ കിട്ടാം. ഇനി അതിനൊപ്പം ഒന്ന് ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. കാര്യം വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യം, പെട്ടെന്ന് ആരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത പോകില്ല. കാര്യം ഈ ഹാൻഡ്ലൂമും ടെക്സ്റ്റൈൽസും ഒക്കെ എന്താണ് ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും എന്നൊരു ശ്രദ്ധ പെട്ടെന്ന് പോകില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് PK ബഷീർ ആണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്താണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വകുപ്പ്, അദ്ദേഹത്തിന്റെ മണ്ഡലം ഏറനാടാണ് കേട്ടോ. അപ്പോൾ PK ബഷീർ, മണ്ഡലം ഏറനാട്, അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് പൊതുമരാമത്താണ്. കുറച്ച് കണക്ട് ചെയ്യാൻ ഒന്ന് പ്രയാസം തോന്നിയൊരു പേരായിരുന്നു. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ബഷീർ ആടിനെ പൊതുവായിട്ട് മരത്തിലാണ് കെട്ടിയിടുന്നത്. അപ്പോൾ എന്താണ്, ബഷീർ പൊതുവായിട്ട് ആടിനെ മരത്തിലാണ് കെട്ടിയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പൊതുവായി മരത്തിൽ എന്നുള്ളത് പൊതുമരാമത്ത് എന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ബഷീർ ആടിനെ എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവായിട്ട് മരത്തിലാണ് കെട്ടിയിടാറ്. അപ്പോ പൊതുമരാമത്താണ്. ദെൻ KM ഷാജി വേങ്ങര. അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണം, കില എന്നിവയൊക്കെയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണം KM ഷാജി. അപ്പൊ ഈ ഷാജി എന്ന് പറയുന്ന പേര് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് അല്ലെ. നമ്മുടെ ഒരു നാടൊന്ന് എടുത്തു നോക്കി, നമ്മുടെ ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പേരുകളിൽ ഒന്നാണ് ഷാജി എന്ന് പറയുന്ന പേര്. നമ്മുടെ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു ഷാജിയെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്താണ് എല്ലാ തദ്ദേശങ്ങളിലും ഉള്ള പേരാണ് ഷാജി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണം KM ഷാജി എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണക്ട് ആവും കേട്ടോ. ഓക്കെ, അടുത്തത് N ഷംസുദ്ദീൻ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം മണ്ണാർക്കാടാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എനിക്ക് വേറെ കോഡൊന്നും കിട്ടിയില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു കോഡ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഷംസുദ്ദീൻ ദിൻ എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രം കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ദിൻ ദിവസം, അപ്പോൾ ദിവസവും സ്കൂളിൽ പോകണം എന്നത് വെച്ചിട്ട് നമുക്ക് പൊതുവിദ്യാഭ്യാസം കണക്ട് ചെയ്യാം. പക്ഷേ ബാക്കി രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ N ഷംസുദ്ദീൻ മണ്ണാർക്കാടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് വകുപ്പുകൾ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസം, നമ്മൾ നേരത്തെ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം റോജിയാണ്. പക്ഷേ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് N ഷംസുദ്ദീൻ ആണ്. ദെൻ ന്യൂനപക്ഷ ക്ഷേമവും വഖഫും ഹജ്ജും ആര് കൈകാര്യം ചെയ്യുന്നു, ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്നു. എന്താണ്, N ഷംസുദ്ദീൻ ആണ് പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ന്യൂനപക്ഷ ക്ഷേമം കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് VE അബ്ദുൾ ഗഫൂർ. ഇപ്പോൾ ഗഫൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഗഫൂർ കാ ദോസ്തൊക്കെ ഓർമ്മ വരും അല്ലെ. നമ്മുടെ ക്ലാസിക് ആണ് ഗഫൂർ എന്ന് പറയുന്ന കഥാപാത്രം, നമ്മുടെ ക്ലാസിക് ആണ്. അപ്പോൾ VE അബ്ദുൾ ഗഫൂർ കളമശ്ശേരി നിയോജക മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് ഫിഷറീസും സാമൂഹ്യ നീതിയുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് ആ പറയുന്ന ഡയലോഗ്, അതായത് നമ്മുടെ മാമൂക്കോയ പറയുന്ന ആ ഒരു ഡയലോഗിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അതായത് എൻ്റെ ഒരു സാമൂഹ്യ നീതി അനുസരിച്ച് എന്താണ്, മീൻ പിടിക്കാൻ പോണ ഉരുവിനെ ഞാനൊന്ന് തിരിച്ചു വിട്ടു തരാം. എന്താണ്, എൻ്റെ ഒരു സാമൂഹ്യ നീതി അനുസരിച്ച് ആ മീൻ പിടിക്കാൻ പോണ ഉരുവിനെ ഞാൻ കാലിഫോർണിയ വഴി തിരിച്ചു വിട്ടു തരാം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന വെച്ചാൽ ഫിഷറീസ് ആണ്. ദെൻ എൻ്റെ സാമൂഹ്യ നീതി അനുസരിച്ച് സാമൂഹിക നീതി വകുപ്പ്. ഓക്കെ അല്ലേ. അപ്പോൾ സാമൂഹ്യ നീതിയും ഫിഷറീസും ആരാണ്, അബ്ദുൾ ഗഫൂർ ആണ്. ഇനി അടുത്തത് മോൻസ് ജോസഫ്. ഓക്കെ, മോൻസ് ജോസഫ് ഇദ്ദേഹം കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ദെൻ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ജലവിഭവവും ഭവനവുമാണ്. ഇതൊക്കെയാണ് ജലവിഭവം, ഭവനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മോൻസ് ജോസഫ്. ദെൻ അദ്ദേഹത്തിന്റെ മണ്ഡലം പറഞ്ഞു കടുത്തുരുത്തിയാണ്. ദെൻ ഇവിടെ സിമ്പിൾ ആണ്, മോൻസ് ജോസഫിന്റെ വകുപ്പ് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് ഇതാണ്, മോനെ വീട്ടിൽ വെള്ളമുണ്ടോ. എന്താണ്, മോനെ വീട്ടിൽ വെള്ളമുണ്ടോ എന്നൊരു കോഡ് എന്ന് പഠിച്ചാൽ മതി. മോനെ എന്നുള്ളത് മോൻസ് ജോസഫ് ആണ്. വീട്ടിൽ എന്നുള്ളത് ഭവനം, ഭവന നിർമ്മാണ വകുപ്പ് കേട്ടോ, ഭവനം. ഇനി വെള്ളമുണ്ടോ എന്ന് പറയുമ്പോൾ ജലവിഭവം. അപ്പോൾ മോനെ വീട്ടിൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻസ് ജോസഫായി, വീട്ടിൽ എന്നുള്ളത് ഭവന നിർമ്മാണമായി, ദെൻ ജലവിഭവവുമായി. ഓക്കെ അല്ലേ, കിട്ടുമല്ലോ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടുത്തത് ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ ചവറ നിയോജക മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ വനം, നൈപുണ്യ വികസനം അഥവാ സ്കില്ല് കേട്ടോ, സ്കില്ലാണ്. അപ്പോൾ വനം, നൈപുണ്യ വികസനം എന്നീ വകുപ്പുകളാണ് ആര് കൈകാര്യം ചെയ്യുന്നത്, ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ്. ദെൻ ഇനി നമ്മൾ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേക്കുക. അതായത് വനം സംരക്ഷിക്കാനായിട്ട് ഒരു സ്കില്ല് വേണം. വനങ്ങളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഒരു സ്കില്ല്
സ്കില്ല് വേണം. ബേബികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അതില്ല. അപ്പൊ എന്താണ്, വനം സംരക്ഷിക്കണമെങ്കിൽ ഒരു സ്കില്ല് വേണം, കുഞ്ഞുങ്ങൾക്ക് ആ സ്കില്ലില്ല. കുഞ്ഞ് മീൻസ് ബേബി, ബേബികൾക്ക് ആ സ്കില്ലില്ല എന്ന് പഠിക്കുക. അപ്പോൾ വനം കിട്ടും, ദെൻ സ്കില്ല് മീൻസ് നൈപുണ്യ വികസനം കിട്ടും, ദെൻ ബേബികൾക്ക് എന്നുള്ളത് ഷിബു ബേബി ജോണും കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഷിബു ബേബി ജോൺ ചവറ, വനം, നൈപുണ്യ വികസനം. ഇനി അടുത്തത് അനൂപ് ജേക്കബ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഒറ്റ കോഡേ ഉള്ളൂ. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ കെ മുരളീധരൻ പഠിക്കുമ്പോൾ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പഠിക്കാം. അനൂപിന് എന്താണ്, ആഹാരം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അനൂപ് ജേക്കബിന് ആഹാരം ഒരുപാട് ഇഷ്ടമാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വകുപ്പായ ഭക്ഷ്യ പൊതുവിതരണം കിട്ടും. ഓക്കെ, അപ്പോൾ അനൂപ് ജേക്കബ് മണ്ഡലം പിറവോ ആണ്. ദെൻ അദ്ദേഹത്തിന്റെ ഈ ഒരു വകുപ്പ് നമുക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനൂപിന് ഭക്ഷണം ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് കണക്ട് ചെയ്താൽ മതി. അനൂപ് ഭക്ഷ്യ പൊതുവിതരണം. ഇനി ആ ഭക്ഷണം മോശമായ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലൈന്റ് ചെയ്യും അല്ലേ, കാരണം നമ്മൾ ഉപഭോക്താവാണ്. അപ്പോൾ ഉപഭോക്തൃ കാര്യം. അപ്പോൾ എന്താണ്, അനൂപിന് ഭക്ഷണം ഇഷ്ടമാണ്, ഭക്ഷണം മോശമായാൽ ഉപഭോക്താവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണവും അതുപോലെ തന്നെ ഉപഭോക്തൃ കാര്യവും കൈകാര്യം ചെയ്യുന്നത് അനൂപ് ജേക്കബ് ആണ്, മണ്ഡലം പിറവോ ആണ്. ഇനി സി പി ജോൺ ആണ്. സി പി ജോൺ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തെ മന്ത്രിയാണ്. സി പി ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് വിജയിച്ചത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതമാണ് കേട്ടോ. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ജോൺ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹോണൊക്കെ അടിക്കുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹോൺ അടിക്കും അല്ലേ. നിങ്ങൾ വേണമെങ്കിൽ ഹോൺ അടിക്കുമെന്ന് കണക്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ പി പി എന്ന് പറഞ്ഞ് ഹോൺ അടിക്കും, ബി പി എന്ന് പറഞ്ഞ് ഹോൺ അടിക്കും. അപ്പോൾ സി പി ജോൺ പി പി എന്ന് പറഞ്ഞ് ഹോൺ അടിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളത് കണക്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ സി പി ജോണ് ഗതാഗതമാണ്. ഇനി ഇത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ലേ, ഈ സി പി നമുക്ക് കണ്ടെടുക്കാം കേട്ടോ. സി എന്ന് വെച്ചാൽ കാറ്, പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റി. അപ്പോൾ കാറിന് പെറ്റി അടിക്കുന്നത് എന്താണ്, മോട്ടോർ വാഹന വകുപ്പൊക്കെയാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്, സി പി ജോൺ ആണ്. നിങ്ങൾ അങ്ങനെയും കണക്ട് ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തോ. സി പി ജോണ് ഗതാഗത വകുപ്പാണ്. അത് റോഡ് ഗതാഗതമുണ്ട്, മോട്ടോർ വാഹനങ്ങളുണ്ട്, ജലഗതാഗതമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മന്ത്രിമാരോടുകൂടി ഈ ഒരു നിയമസഭ കഴിയില്ലല്ലോ. ഇനി ഈ ഒരു മന്ത്രിസഭയുടെ സ്പീക്കർ ആര് എന്നുള്ളതാണ്. അപ്പോൾ മേ ബി ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ സ്പീക്കർ ആയി കാണത്തില്ല. കാര്യം ഇപ്പോൾ സ്പീക്കറായിട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ എന്തായാലും എന്താണ് വിജയിച്ചു നിൽക്കുന്ന മുന്നണിയാണ്, അവരെന്തായാലും സ്പീക്കർ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ വിജയിപ്പിക്കും. ഇപ്പോൾ സ്പീക്കർ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ് കേട്ടോ. ദെൻ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ആണ്, മണ്ഡലം അരൂരാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് എന്ന് പറയുന്നത് അപ്പു ജോൺ ജോസഫ് ആരാണ്, അപ്പു ജോൺ ജോസഫ് ആണ് ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം തൊടുപുഴയാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നമ്മുടെ 16ാമത് നിയമസഭയിലെ പ്രോട്ടൈം സ്പീക്കർ. എന്താണ് പ്രോട്ടൈം സ്പീക്കർ? അതായത് ഈ സ്പീക്കറിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ ഒരു സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്രോട്ടൈം സ്പീക്കറാണ്. അപ്പൊ ആ പ്രോട്ടൈം സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി സുധാകരനാണ് കേട്ടോ. ജി സുധാകരനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴ കേട്ടോ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ഒരു മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ മന്ത്രിമാരെ പറ്റി പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കോഡുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കോഡുകൾ കൂടി കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.